ഹലോ നമസ്കാരം എല്ലാ കുട്ടികൾക്കും ലിറ്റാച്ചിലേക്ക് സ്വാഗതം. ജെൻഡർ സ്കൂൾ ആൻഡ് ഐഡൻറ്റിറ്റി എന്നുള്ള സബ്ജക്റ്റിലെ സെക്കൻഡ് യൂണിറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഓൾറെഡി ചെയ്ത് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, കണ്ടിട്ടില്ലാത്ത തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൻ്റെ പേര് ജെൻഡർ ഐഡൻറ്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ പ്രോസസ്സ് എന്നുള്ളതാണ്. അപ്പം എന്താണ് ജെൻഡർ ഐഡൻറ്റിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ സംഭവമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് ജെൻഡർ ഐഡൻറ്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ പ്രാക്ടീസസ് ഇൻ ഫാമിലി, സ്കൂൾ ആൻഡ് ഓർഗനൈസേഷൻ. ജെൻഡർ ഐഡൻറ്റിറ്റിക്ക് അല്ലെങ്കിൽ അതിനെ ഒരു സോഷ്യലൈസർ ആയിട്ടുള്ള പ്രാക്ടീസ് ആക്കി കൊണ്ടുവരുന്നതിൽ ഫാമിലിക്കും സ്കൂളിനും ഓർഗനൈസേഷനും ഒക്കെയുള്ള പങ്കിനെ കുറിച്ചാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജെൻഡർ ഐഡൻറ്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ പ്രാക്ടീസസ് എന്നുള്ള ഫാമിലിക്ക് എന്ത് റോളാണ് ഈ ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ, അല്ലെങ്കിൽ അതിനെ തന്നെ സോഷ്യലൈസ് ചെയ്തിട്ടുള്ള സോഷ്യലൈസേഷൻ പ്രാക്ടീസിൽ എന്ത് റോളാണ് ഫാമിലി വഹിക്കുന്നത് നോക്കാം. Families can promote positive gender socialization by encouraging open-mindedness and acceptance. അതായത് കുട്ടികളുടെ അടുത്ത് വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. അതേപോലെ തന്നെ അവരവരുടെ പ്രശ്നം, അവരുടെ ജെൻഡറിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചസിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് നമ്മൾ കാണിക്കണം. അവോയ്ഡിങ് സ്റ്റീരിയോടൈപ്സ് ആൻഡ് ബയസസ്. അവിടെ എന്ത് നമ്മൾ ചെയ്യണം? സ്റ്റീരിയോടൈപ്പുകളെ അവോയ്ഡ് ചെയ്യുക. അതായത് ആൺകുട്ടികളായ എങ്ങനെയാണ്, പെൺകുട്ടികളായ എങ്ങനെയാണ്, അത്തരത്തിലുള്ള ഒരു സ്റ്റീരിയോടൈപ്പുകളും ബയാസുകളൊക്കെ നമ്മളവിടെ അവോയ്ഡ് ചെയ്യണം. നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള മനോഭാവം ഉണ്ടാവേണ്ടതുണ്ട്. സപ്പോർട്ടിങ് ചിൽഡ്രൻസ് എക്സ്പ്ലോറേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഐഡൻറ്റിറ്റീസ്. ഓരോ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകളും ഐഡൻറ്റിറ്റികളും ഉണ്ടാവും. അതിനെ സപ്പോർട്ട് ചെയ്യുക. അല്ലാണ്ട് നീ പെൺകുട്ടിയാണ് അതുകൊണ്ട് നിൻ്റെ ഈ ഇൻട്രസ്റ്റ് നടക്കില്ല, നിൻ്റെ ഈ മേഖലയിലുള്ള താല്പര്യം നടക്കില്ല, അത് മറ്റേ പെൺകുട്ടികൾ ചെയ്യുന്ന മേഖലയിലേക്ക് നീ തിരിയാൻ പാടുള്ളൂ, ആ ഒരു രീതിക്ക് ഒരിക്കലും നമ്മൾ കുട്ടികളെ തന്നെ ചെറുപ്പം മുതലേ ഫാമിലിയിൽ നിന്ന് തന്നെ പ്രഷറൈസ് ചെയ്ത് വിടാനായിട്ട് പാടില്ല. ഇനി സ്കൂളിൻ്റെ റോള് നോക്കാം. സ്കൂൾസ് ക്യാൻ ഫോസ്റ്റർ ഇൻക്ലൂസീവ് എൻവയൺമെൻറ്റ്സ് ബൈ ഇംപ്ലിമെൻറ്റിംഗ് ഇൻക്ലൂസീവ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. എല്ലാ കുട്ടികളെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒന്നിച്ചിരുത്തി പഠിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പോളിസികളും പ്രാക്ടീസുകളും സ്കൂളുകളിൽ കൊണ്ടുവരിക. പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ഓൺ ജെൻഡർ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി. ജെൻഡർ ഡൈവേഴ്സിറ്റിക്കും അതേപോലെ തന്നെ ഇൻക്ലൂസിവിറ്റിക്കും ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. സപ്പോർട്ടിങ് സ്റ്റുഡൻറ്റ് സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് ഐഡൻറ്റിറ്റി. അതേപോലെ തന്നെ കുട്ടികൾ അവരുടേതായ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി അവർ വെളിപ്പെടുത്തുന്ന സമയത്ത് നമ്മളവിടെ ഒരിക്കലും അവരെ ഡിസ്കറേജ് ചെയ്യാതെ അവരെ അവിടെ സപ്പോർട്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഓർഗനൈസേഷൻസ് ക്യാൻ പ്രൊമോട്ട് ജെൻഡർ ഇൻക്ലൂസിവിറ്റി ബൈ ഡെവലപ്പിംഗ് ഇൻക്ലൂസീവ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. ഇൻക്ലൂസീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ പറഞ്ഞ പോയിന്റ് തന്നെ മാക്സിമം അതേ പറ്റുന്ന തരത്തിലുള്ള പോളിസികളും പ്രാക്ടീസുകളും കൊണ്ടുവരിക. പ്രൊവൈഡിങ് ട്രെയിനിങ് ഓൺ ജെൻഡർ ഡൈവേഴ്സിറ്റി ആൻഡ് സെൻസിറ്റിവിറ്റി. എന്താണ് ജെൻഡർ ഡൈവേഴ്സിറ്റി, എന്താണ് സെൻസിറ്റിവിറ്റി എന്നൊക്കെ മനസ്സിലാക്കാൻ പാകത്തിനുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുക. ക്രിയേറ്റിംഗ് എ കൾച്ചർ ഓഫ് റെസ്പെക്ട് ആൻഡ് അക്സെപ്റ്റൻസ്. എല്ലാവരെയും ഇത്തരത്തിൽ റെസ്പെക്ട് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇനി റോൾ ഓഫ് സ്കൂൾ പിയേഴ്സ്, ടീച്ചേഴ്സ്, കരിക്കുലം ആൻഡ് ടെക്സ്റ്റ് ബുക്സ് ഇൻ ചാലഞ്ചിങ് ജെൻഡർ ഇൻഇക്വാളിറ്റീസ് ഓർ റീഇൻഫോഴ്സിങ് ജെൻഡർ പാരിറ്റി. ജെൻഡർ ഇനീക്വാളിറ്റീനെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ആ ഒരു ജെൻഡർ പാരിറ്റീനെ റീഇൻഫോഴ്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പിയേഴ്സ് ആയിക്കോട്ടെ, സ്കൂളിനായിക്കോട്ടെ, ടീച്ചേഴ്സിനായിക്കോട്ടെ, കരിക്കുലത്തിനായിക്കോട്ടെ, ടെക്സ്റ്റ് ബുക്കിനായിക്കോട്ടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്താ അതിൻ്റെയൊക്കെ റോള് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. മുന്നേ ചോദിച്ച ആ ടോപ്പിക്കിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓടിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതെല്ലാം സെയിം സാധനം തന്നെയാണ്, നമുക്കറിയാത്തൊരു പുതിയ വിഷയമല്ല, എല്ലാം നമുക്കറിയാവുന്ന ജസ്റ്റ് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതൊന്നും ഡിഗ്രി കഴിഞ്ഞ് വന്ന കുട്ടികൾ എന്നുള്ള നിലയ്ക്ക്, ഭാവിയിൽ ടീച്ചർമാർ എന്നുള്ള നിലയ്ക്ക് നമ്മളിതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് എലാബറേറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്ടാക്കി പറയണം കേട്ടോ. അപ്പോൾ സ്കൂളിൻ്റെ റോള് നോക്കാം. എന്താണ് സ്കൂളിൻ്റെ റോള്? ഇംപ്ലിമെൻറ്റ്. ഇപ്പോൾ ഈ തന്നെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. സ്കൂൾ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു വലിയ പാരഗ്രാഫാക്കി എഴുതാം, പിയേഴ്സ് എന്നുള്ള വലിയ പാരഗ്രാഫാക്കി എഴുതാം. അതൊക്കെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാം. അപ്പോൾ സ്കൂളിൻ്റെ റോൾ എന്താണ്? ഇംപ്ലിമെൻറ്റ് പോളിസീസ് പ്രൊമോട്ടിങ് ജെൻഡർ ഈക്വാളിറ്റി. ജെൻഡർ ഈക്വാളിറ്റീനെ പ്രൊമോട്ട് ചെയ്യുന്ന പോളിസികൾ കൊണ്ടുവരിക. ഫോസ്റ്റർ ഇൻക്ലൂസീവ് എൻവയൺമെൻറ്റ്സ്. അത്തരത്തിൽ എല്ലാ കുട്ടികളെയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയെടുക്കുക. ഈ പിയേഴ്സ് എന്ന് പറയുന്നത് സമപ്രായക്കാർ, കുട്ടികളുടെ കൂടെയുള്ളവരുടെ കാര്യമാണ് പറയണം. പ്രൊമോട്ട് പോസിറ്റീവ് റിലേഷൻഷിപ്സ് ആൻഡ് റെസ്പെക്റ്റ്. കുട്ടികൾക്കിടയിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പും റെസ്പെക്റ്റും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തിനു സഹായിക്കാം? അവരുടെ കൂടെ തന്നെയുള്ള പിയർ ഗ്രൂപ്പിനെ സഹായിക്കാനായിട്ട് സാധിക്കും. ചാലഞ്ച് സ്റ്റീരിയോടൈപ്സ് ആൻഡ് ബയസ്. അതേപോലെ സ്റ്റീരിയോടൈപ്പിനെയും ബയസിനെയൊക്കെ ചാലഞ്ച് ചെയ്യാം. അങ്ങനെയൊന്നുമില്ല, നീ അങ്ങനത്തെ സംഭവം പെൺകുട്ടിയായും കൊണ്ട് നിനക്കങ്ങനെ ചെയ്തുകൂടെ, ആൺകുട്ടിയെ കൊണ്ട് നിനക്കങ്ങനെ ചെയ്തുകൂടെ, അങ്ങനെ ചാലഞ്ച് ചെയ്യാനും അവരെ തന്നെ അവരുടെ സ്റ്റീരിയോടൈപ്പിക്കലായിട്ടുള്ള ചിന്താഗതിയിൽ നിന്നും അവരെ മാറ്റാനൊക്കെ അവരുടെ പിയർ ഗ്രൂപ്പിനെ കൊണ്ട് സാധിക്കും.
ഇനി ടീച്ചേഴ്സിന് എന്തൊക്കെ ചെയ്യാം? യൂസ് ഇൻക്ലൂസീവ് ലാംഗ്വേജ് ആൻഡ് പ്രാക്ടീസസ്. ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതേപോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അതിനെ ഇൻക്ലൂസീവായ രീതിയിൽ ഏതെങ്കിലും ഒരു ജെൻഡറിന് വ്യത്യസ്തമായിട്ട് കാണുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ രണ്ടായി കാണുന്ന തരത്തിൽ ഒന്നും ചെയ്യാണ്ട് ഒന്നിച്ചിട്ട് ഒരേപോലെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇൻക്ലൂസീവായ ഒരു മനോഭാവം വെച്ച് പുലർത്തുക. എൻകറേജ് ക്രിട്ടിക്കൽ തിങ്കിങ് അബൌട്ട് ജെൻഡർ റോൾസ്. അതേപോലെ തന്നെ ജെൻഡർ റോളിനെ കുറിച്ചുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് കുട്ടികളിൽ ഉണ്ടാകുമ്പോൾ അതിനെ എൻകറേജ് ചെയ്ത് കൊടുക്കുക. പിന്നെന്താണ്? കരിക്കുലം. ഇൻക്ലൂഡ് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് റെപ്രസെൻറ്റേഷൻ. പലതരത്തിലുള്ള പെർസ്പെക്റ്റീവ്സും റെപ്രസെൻറ്റേഷനും ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. അഡ്രസ് ജെൻഡർ ഇഷ്യൂസ് ആൻഡ് പ്രൊമോട്ട് ഈക്വാളിറ്റിനെയും അതേപോലത്തെ ജെൻഡർ ഇഷ്യൂസിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള കോണ്ടന്റുകൾ കരിക്കുലത്തിൽ ആഡ് ചെയ്യുക. പിന്നെ ടെക്സ്റ്റ് ബുക്കുകളാണ്. കരിക്കുലം എന്നുള്ളതിൻ്റെ തന്നെ നമുക്കറിയാം, കരിക്കുലം ടെക്സ്റ്റ് ബുക്കും വ്യത്യസ്തമാണ്. കരിക്കുലം എന്ന് പറയുമ്പോൾ ആ ഒരു ഇയറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, ആ ഒരു അക്കാഡമിക് ഇയറിൽ കുട്ടി ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള ഒരു വിഷയങ്ങൾ മാത്രമാണ് വരുന്നത്. പോർട്രേ ഡൈവേഴ്സ് റോൾസ് ആൻഡ് എക്സ്പീരിയൻസസ്. അതിനകത്ത് പലതരത്തിലുള്ള റോളുകളും എക്സ്പീരിയൻസുകളൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളിൽ കൂടെ അത്തരത്തിലുള്ള ആളുകളുടെ ജീവിതങ്ങളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള കോണ്ടന്റുകൾ നമുക്ക് എന്തിൽ കൊടുക്കാം? ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുക്കാം. അവോയ്ഡ് സ്റ്റീരിയോ ടൈപ്സ് ആൻഡ് ബയസസ്. അതേപോലെ തന്നെ ബയസ് കലർന്നിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാം. അടുത്ത ടോപ്പിക്ക് വരുന്നത് ജെൻഡർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അസൈൻഡ് ഇൻ സ്കൂൾസ് ആൻഡ് ക്ലാസ് റൂംസ്. ജെൻഡർ റോൾസും റെസ്പോൺസിബിലിറ്റീസും സ്കൂളിലും ക്ലാസ് റൂമിലൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ജെൻഡർ റോൾ എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റി നമുക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ. അതായത് പെൺകുട്ടികൾക്കാണെങ്കിൽ കൊടുക്കുന്ന ജെൻഡർ റോളുകൾ വേറെ ആയിരിക്കും, ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന ജെൻഡർ റോളുകൾ വേറെ ആയിരിക്കും, റെസ്പോൺസിബിലിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കും, ആ ഒരു തരത്തിൽ. അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ട്രഡീഷണൽ റോളുകൾ? കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഈ ഗേൾസിനെ ബോയ്സിനെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ട്രഡീഷണൽ റോൾസ് എന്തൊക്കെയാണ് ആദ്യം നോക്കാം. ഏതൊക്കെ രീതിയിലാണ് സ്കൂളുകളിൽ ഈ ഒരു എന്താ പറയുക ആ ഒരു ഇനീക്വാളിറ്റി അവിടെ കാണിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? ലീഡർഷിപ്പ് റോൾസ് ഇൻ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ക്ലബ്സ്. ഗേൾസിനെ സംബന്ധിച്ച് അവർ മെയിനായിട്ട് നമ്മൾ ആർട്സിൻ്റെ മേഖലയിലേക്ക്, ഹ്യൂമാനിറ്റീസ് ക്ലബ്ബുകൾ, അങ്ങനത്തെ കാര്യങ്ങളോട് പാസീവായിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ് നമ്മൾ മെയിനായിട്ടും പറഞ്ഞു വിടുക. പാസീവായിട്ട് എന്നുള്ള അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ആർട്സ്, ഹ്യൂമാനിറ്റീസ്, അങ്ങനെ എഴുതുന്ന കാര്യങ്ങൾ, കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് മെയിനായിട്ട് നമ്മൾ പെൺകുട്ടികളെ തന്നെ സ്ട്രെസ് ചെയ്ത് വിടുക. ഹെൽപ്പിംഗ് വിത്ത് ക്ലാസ് റൂം ഡെക്കറേഷൻസ് ഓർ ഇവൻറ്റ്സ്. അതേപോലെ തന്നെ ഒരു ഇവൻ്റൊക്കെ വരികയാണെങ്കിൽ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ പെൺകുട്ടികളെ ഏൽപ്പിക്കാന്ന് പറഞ്ഞിട്ട് അവരെ ഏൽപ്പിക്കും. അസിസ്റ്റിംഗ് വിത്ത് യങ്ങർ സ്റ്റുഡൻസ്. അതേപോലെ തന്നെ താഴെ വരുന്ന കുട്ടികളെ അസിസ്റ്റ് ചെയ്യാൻ, അവർക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാനോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പെൺകുട്ടികളെ ഏൽപ്പിക്കും. കാരണം താഴെയുള്ളവരെ ചെറിയ അതേപോലെ തന്നെ ഗ്രൂമിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പെൺകുട്ടികളുടെ റോളാണ് എന്നൊരു ഇതുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള മേഖലയിലോട്ട് പെൺകുട്ടികളെ മെയിനായിട്ടും സജസ്റ്റ് ചെയ്യുന്നത്. അതേസമയം ബോയ്സ് ആണെങ്കിലോ ലീഡർഷിപ്പ് റോൾസ് ഇൻ സ്പോർട്സ് ടീം. ഇവർക്ക് അപ്പുറത്ത് ഗേൾസിന് ആർട്സ് കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ബോയ്സിന് എന്താ കൊടുക്കുക? സ്പോർട്സ് ടീമുകളുടെ ക്യാപ്റ്റൻ ആവുക, അങ്ങനത്തെ മേഖലകളിലേക്കൊക്കെ അവരെന്നെ തിരിച്ചുവിടും. ഹെൽപ്പിംഗ് വിത്ത് ടെക്നിക്കൽ ഓർ ഫിസിക്കൽ ടാസ്ക്. അതേപോലത്തെ ഫിസിക്കൽ ടാസ്കുകൾ ചെയ്യാനും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾക്ക് അറിയില്ല, ആൺകുട്ടികൾക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഏൽപ്പിക്കും. ലീഡിങ് ഗ്രൂപ്പ് പ്രൊജക്ട്സ്. അതേപോലെ തന്നെ ഗ്രൂപ്പ് പ്രൊജക്റ്റുകളൊക്കെ ആണെങ്കിൽ അതിലൊക്കെ ലീഡറായിട്ട് നമ്മൾ എന്ത് ചെയ്യും? മെയിനായിട്ടും ആൺകുട്ടികളെയാണ് നമ്മൾ അധികവും എന്ത് ചെയ്യാറുള്ളത്? സജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യാറുണ്ട്? ജെൻഡർ റോളുകളും റെസ്പോൺസിബിലിറ്റികളും സ്കൂളുകളും ക്ലാസ് റൂമിലും എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ആൺകുട്ടികൾക്കുള്ള ജോലികൾ ഇത്, പെൺകുട്ടികൾക്കുള്ള ജോലികൾ ഇതെന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇതേ സാധനം തന്നെ നമുക്ക് നോൺ ട്രഡീഷണൽ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിനെ നേരെ തിരിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയുന്നത്. ബോയ്സ് ഇൻ ലീഡ് റോൾസ് ഇൻ സ്കൂൾ പ്ലേസ് ഓർ മ്യൂസിക്കൽസ്. അപ്പോൾ സ്കൂളിൽ ആർട്സ് കാര്യങ്ങളായിക്കോട്ടെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്ത് നമുക്ക് ഗേൾസിന് പകരം ബോയ്സിനെ കൊണ്ടുവരാം. അതേപോലെ തന്നെ ഗേൾസിനെ സ്റ്റെം ക്ലബ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യം, ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, മാത്സ് അങ്ങനത്തെ വിഷയങ്ങളിൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ മെയിനായിട്ട് ബോയ്സിനെ ഏൽപ്പിക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള റോബോട്ടിക്സ് ക്ലബ്ബ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ടെക്നിക്കലായിട്ടുള്ള ഫീൽഡുകളിലേക്കൊക്കെ നമുക്ക് ഗേൾസിനെ സജസ്റ്റ് ചെയ്യാം. എപ്പോഴും ബോയ്സിന് മാത്രമല്ല. ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഓൾ സ്പോർട്സ് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. അതേപോലെ തന്നെ എല്ലാ സ്പോർട്സിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഗേൾസിനും ബോയ്സിനും ഒരേപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കണം. അത്തരത്തിലുള്ള ചേഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി അത്തരത്തിൽ സ്റ്റീരിയോടൈപ്സ് ബ്രേക്ക് ചെയ്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? എൻകറേജിങ് സ്റ്റുഡൻസ് ടു എക്സ്പ്ലോർ ഡൈവേഴ്സ് ഇൻട്രസ്റ്റ്. ഓരോ കുട്ടികളുടെ ഉള്ളിലുള്ള പലതരത്തിലുള്ള ഇൻട്രസ്റ്റുകൾ നമുക്ക് എൻകറേജ് ചെയ്യാം. പ്രൊവൈഡിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലീഡർഷിപ്പ് റോൾസ്. ഈ ലീഡർഷിപ്പ് റോളുകൾക്ക് നമ്മൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഗേൾസിനും ബോയ്സിനും ഒരുപോലെ അവസരം കൊടുക്കണം. പ്രൊമോട്ടിങ് ഇൻക്ലൂസീവ് ലാംഗ്വേജ് ആൻഡ് പ്രാക്ടീസസ്. കുട്ടികളെ ആ ഒരു ലാംഗ്വേജിൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്? സെപ്പറേറ്റ് ചെയ്ത് കാണാനായിട്ട് പാടില്ല. അടുത്ത ടോപ്പിക്ക് ഡിസ്ക്രിമിനേഷൻ ഓഫ് ജെൻഡർ റോൾസ് ഇൻ ക്ലാസ് റൂം ഇൻറ്ററാക്ഷൻസ്, റിച്വൽസ് ആൻഡ് സ്കൂൾ റുട്ടീൻസ്. ഏതൊക്കെ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ക്ലാസ് റൂം ഇൻറ്ററാക്ഷൻ. ക്ലാസ് റൂം ഇൻറ്ററാക്ഷനിൽ എങ്ങനെയൊക്കെയാണ് ഡിസ്ക്രിമിനേഷൻ വരാറുള്ളത്? ഒന്ന് അൺഈക്വൽ പാർട്ടിസിപ്പേഷൻ ആണ്. ടീച്ചേഴ്സ് മേ അൺഇൻറ്റൻഷനലി കോൾ ഓൺ ബോയ്സ് മോർ ഫ്രീക്വൻ്റ്ലി ദാൻ ഗേൾസ് ആൻഡ് ആസ്ക് ബോയ്സ് മോർ കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രൊവൈഡ് ദം വിത്ത് മോർ ഡീറ്റെയിൽ ഫീഡ്ബാക്ക്.
ഇത് എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഒരു വിഭാഗം മേ ബി പണ്ട് എസ്പെഷ്യലി മുന്നത്തെയൊക്കെ കാലത്തൊക്കെയാണ് അധികവും അങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോഴൊക്കെ ചേഞ്ചസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ മുന്നേയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും എന്താണ് ചോദ്യം ചോദിക്കാനൊക്കെ അധികവും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അധികം ബോയ്സിനെ തന്നെ വിളിക്കുന്നു, അവർക്ക് കൂടുതൽ പണിഷ്മെൻറ്റ്സ് കൊടുക്കുന്നു. ആ ഒരു രീതിക്കാണ് നമ്മൾ കണ്ടില്ല. കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് അവർക്ക് കൊടുക്കുന്നു, അതേപോലെ അതിനുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ അവർക്ക് കൊടുക്കുന്നു. അത്തരത്തിൽ ബോയ്സിന് ഒരു സ്പെഷ്യൽ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് എലാബറേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളും പാർട്ടിസിപ്പേഷനുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒരുക്കി കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എന്താണ് ലിമിറ്റഡ് ഇൻട്രാക്ഷൻ വിത്ത് ഗേൾസ്. ടീച്ചേഴ്സ് മൈറ്റ് ലിമിറ്റ് ദെയർ ഇൻട്രാക്ഷൻ വിത്ത് ഗേൾസ് ടു സോഷ്യൽ ഓർ നോൺ അക്കാഡമിക് ടോപ്പിക്സ് പൊട്ടൻഷ്യലി ഓവർലുക്കിംഗ് ദെയർ അക്കാഡമിക് കോൺട്രിബ്യൂഷൻസ്. അത് സോഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ അക്കാഡമിക് ആയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് അധികവും നമ്മൾ എന്ത് ചെയ്യും, ബോയ്സിൻ്റെ അടുത്ത് സംസാരിക്കും, ഗേൾസിൻ്റെ അടുത്ത്. കാരണം അവർക്ക് പഠിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് അറിയണ്ടാവുള്ളൂ, അല്ലാണ്ട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നേരെ പോയിട്ട് ബോയ്സിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓൾറെഡി കുട്ടികളിൽ മേ ബി ഈ വിഷയത്തെക്കുറിച്ച് അറിയാവുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ മിണ്ടാതിരിക്കും. കാരണം അത് ബോയ്സ് സംസാരിക്കേണ്ട വിഷയമല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു മെൻറ്റാലിറ്റി അവരുടെ കുട്ടികളുടെ ഉള്ളിൽ അത് കയറുകയാണ് ചെയ്യുന്നത് നമ്മൾ അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോൾ. Praise and feedback. Girls might be praised more often for being quiet and compliant, while boys may receive more attention for disruptive behavior, reinforcing gender stereotypes. ഇത് ഉള്ള ഒരു കാര്യമാണ്. അതായത് ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ അവൾക്ക് ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നല്ലൊരു ഒരു അപ്രൈസൽ കിട്ടണമെങ്കിൽ അവൾ എങ്ങനത്തെ കുട്ടിയായിരിക്കണം, അടക്കം ഒതുക്കമുള്ള കുട്ടിയാണ്, നല്ലൊരു കുട്ടിയാണ് കേട്ടോ. നല്ലൊരു കുട്ടിയാണെന്നൊരു പെൺകുട്ടിയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം വളരെ അടക്കം ഒതുക്കമുള്ള, ആരോടൊന്നും തിരിച്ച് പ്രതികരിക്കാത്ത അങ്ങനത്തെ ഒരു കുട്ടിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്തരത്തിൽ അങ്ങനത്തെ സ്വഭാവത്തിന് പെൺകുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഒരു ആൺകുട്ടി ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ അവൻ എന്താണ്, വികൃതിയാണല്ലേ, നല്ല ടക്കം ഒതുക്കമുള്ള ആൺകുട്ടികളെ നമ്മൾ പറയില്ല, അവൻ എന്തൊരു വികൃതിയാണെന്ന് അറിയുമെന്ന് നമ്മൾ പറയുള്ളൂ. അപ്പോൾ ഒരു ആൺകുട്ടി അവിടെ ശ്രദ്ധിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ അവിടെ ഭയങ്കര ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ആ ഒരു വികൃതി സ്വഭാവം കാണിക്കുന്ന ഒരു ആൺകുട്ടിയായിരിക്കണം. അതേസമയം പെൺകുട്ടി അവിടെ തിരിച്ചറിയപ്പെടണമെന്നുണ്ടെങ്കിൽ അവൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വളരെ മൈൽഡ് ആയിട്ടുള്ള ആ ഒരു നേച്ചറിലെ കുട്ടിയാണെങ്കിലാണ് നമ്മൾ അതൊരു നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെൺകുട്ടീനെ എടുത്ത് പറയുള്ളൂ. അപ്പോൾ അതിലെന്തുണ്ട്, നമ്മൾ ആ ഒരു ഡിഫറൻസ് കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി റിച്വൽസ് ആൻഡ് സ്കൂൾ റുട്ടീൻസ്. സ്കൂൾ റുട്ടീനിൽ എങ്ങനെ കാര്യങ്ങളിലാണ് ഇതൊക്കെ തന്നെയാണ്, സെയിം കാര്യങ്ങൾ തന്നെ നമ്മൾ മാറ്റി മറിച്ചും പറയുന്നു, കളർ മാറ്റി അടിക്കുന്നു എന്നുള്ളതായിരിക്കുള്ളൂ. Segregation. Separating boys and girls for activities like lining up or participating in sports can reinforce gender divisions. അതായത് ഗേൾസിനെയും ബോയ്സിനെയും സെപ്പറേറ്റ് ചെയ്ത് നിർത്താം. നമ്മൾ സ്പോർട്സ് കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ അതിനൊക്കെയും സെപ്പറേറ്റ് ലൈനിലായിട്ട് നിർത്തുന്നു, സെപ്പറേറ്റ് ഗ്രൂപ്പാക്കി നിർത്തുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. അൺഈക്വൽ റെസ്പോൺസിബിലിറ്റീസ്. ഗേൾസ് മേ ബി അസൈൻഡ് മോർ ഡൊമസ്റ്റിക് ടാസ്ക്സ് ഓർ റോൾസ് കൺസിഡർ ട്രഡീഷണലി ഫെമിനൈൻ, വൈൽ ബോയ്സ് ആർ ഗിവൺ ഫിസിക്കലി ഡിമാൻഡിങ് ജോബ്സ്. ഫിസിക്കലി ആയിട്ടുള്ള ജോലികളൊക്കെ ആൺകുട്ടികളെ ഏൽപ്പിക്കുന്നു, വളരെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ജോലികളൊക്കെ പെൺകുട്ടികളെ ഏൽപ്പിക്കുന്നു. ലാംഗ്വേജ് and representation. Textbooks and other learning materials often perpetuate gender stereotypes, with men depicting in leadership roles and women in passive positions. ബുക്കുകളിലും കാര്യങ്ങളിലും ഒക്കെ നമ്മളിപ്പോൾ ഒരു സിനിമ ഇറങ്ങിയാൽ തന്നെ നമ്മളതിൽ മെയിനായിട്ടും ആരെ ശ്രദ്ധിക്കുക, ഒരു ഹീറോ ആരാണ്, ആരുടെ സിനിമയാണ്, നമ്മൾ ആരുടെ സിനിമയാണ് എന്നാണ് ചോദ്യം എന്നുണ്ടെങ്കിലും അതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും നമ്മൾ ആ നായക നടനെ പറയുക. അതിൻ്റെ അർത്ഥം എന്താ, ആ ഒരു നായകൻ്റെ സിനിമയായിട്ട് ആ സിനിമേനെ മുദ്ര കുത്തപ്പെടുകയാണ്. മേ ബി അത്രയും നല്ല റോൾ, അതേപോലെ സ്ട്രോങ് ആയ റോൾ അവിടെ ഫീമെയിൽ ക്യാരക്ടറിന് വരുന്നുണ്ടാകും, പക്ഷേ അതവിടെ നമ്മൾ തിരിച്ചറിയപ്പെടുന്നില്ല. മെയിനായിട്ടും ഒരുവിധം സിനിമകളിൽ എല്ലാം നമ്മൾ കേന്ദ്ര കഥാപാത്രമായിട്ട് നമ്മൾ പുരുഷന്മാരെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെയാണ് പുസ്തകങ്ങളുടെ കേസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയുക, ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ടേം വെച്ചിട്ടൊരു എന്താ പറയുക പ്രൊനൗൺ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ ഹി എന്ന് വെച്ചിട്ടാണ് അധിക സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടില്ല. ഇപ്പോഴാണ് കുറേക്കും ഹി ഓർ ഷീ എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുള്ള റെപ്രസെൻറ്റേഷനിലും ഈ പറയുന്ന ജെൻഡർ സ്റ്റീരിയോടൈപ്സ് നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. അടുത്ത ടോപ്പിക്ക് പ്രോസസ്സസ് ഓഫ് ഡിസിപ്ലിനിങ് ടെക്നിക്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. ബോയ്സിലും ഗേൾസിലുമുള്ള ഡിസിപ്ലിൻ്റെ ടെക്നിക്കുകൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണ്. ബോയ്സ് ആൻഡ് ഗേൾസ് മേ റിസീവ് ഡിഫറെൻറ്റ് ഡിസിപ്ലിനറി ആക്ഷൻസ് ഫോർ സിമിലർ ബിഹേവിയർ. ഒരേ സംഭവം തന്നെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും ഒരേ ഡിസിപ്ലിൻ ഇല്ലായ്മ തന്നെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് മേ ബി ഡിഫറെൻ്റ് ആയിരിക്കും. സ്റ്റീരിയോടൈപ്പിക്കൽ എക്സ്പെക്ടേഷൻസ് ഡിസിപ്ലിനറി അപ്രോച്ചസ് മേ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ട്രഡീഷണൽ ജെൻഡർ റോൾസ് ആൻഡ് സ്റ്റീരിയോടൈപ്സ്. അതായത് ഇത്തരത്തിൽ ഓരോ കുട്ടികളിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യവും ഈ പറഞ്ഞ പോലെ ആൺകുട്ടിയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളൊരു പെൺകുട്ടിയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആൺകുട്ടി ഭയങ്കര വികൃതിയായിട്ട് വികൃതിത്തരങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ കാര്യമാണ്. അതേസമയം ഒരു പെൺകുട്ടി വികൃതിയാവണം, നമ്മൾ ആ ഒരു പെൺകുട്ടിയാണ് എന്നിട്ട് ആ കൂട്ടർ വികൃതി ഉണ്ട് എന്നാണ് നമ്മൾ പറയുക. അതേസമയം അതൊരു ആൺകുട്ടിയാണ് എന്നിട്ട് വികൃതി ഉണ്ട് അങ്ങനെ നമ്മൾ പറയില്ല. കാരണം എന്താ, ആൺകുട്ടി ഈസ് ഈക്വൽ ടു വികൃതി. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്കുണ്ട്. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിച്ചത്.
ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ, ബയസ് ഇൻ ഡിസിപ്ലിൻ. അൺകോൺഷ്യസ് ബയസസ് മേ ലീഡ് ടു ഹാർഷർ പണിഷ്മെൻറ്റ്സ് ഓർ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ ജെൻഡർ. അതേപോലെ തന്നെ ഡിസിപ്ലിൻ്റെ പേരിലുള്ള പണിഷ്മെൻറ്റുകളുടെ കേസ് വരുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. ആൺകുട്ടികൾക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള പണിഷ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കും. അടിയാണെന്നുണ്ടെങ്കിലും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിലും ഇമ്പോസിഷൻ ആണെങ്കിലും ഒക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആയ രീതിയിൽ കൊടുക്കും. പെൺകുട്ടികളുടെ അടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്ന് ലൂസാവും. അത് ആൺകുട്ടീനെ അടിക്കുന്ന അതേപോലെ ചിലപ്പോൾ പെൺകുട്ടിയെ അടിച്ചോളണമെന്നില്ല. അപ്പോൾ അവിടെയും എന്താണ്, പണിഷ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരെ ശ്രദ്ധിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവർക്ക് കൊടുക്കുന്ന വർക്കുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടുപേരെയും രണ്ടായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എക്സാമ്പിൾസ്. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് പറയാം, ബോയ്സ് ഓഫൺ ഡിസിപ്ലിൻഡ് മോർ ഹാർഷ്ലി ഓർ അഗ്രസീവ് ബിഹേവിയർ. ബോയ്സിനോട് ഡിസിപ്ലിൻ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ അഗ്രസീവായ രീതിയിലായിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അതേസമയം ഗേൾസ് എങ്ങനെയാണ്, മേ റിസീവ് മോർ ലീനിയൻ പണിഷ്മെൻറ്റ്സ് ഫോർ സിമിലർ ബിഹേവിയർ. അതേ സ്വഭാവം, അതേ പ്രശ്നം തന്നെ, അതേ എന്താ പറയുക, അതേ വികൃതിതരം തന്നെ പെൺകുട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് മേ ബി കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള പണിഷ്മെൻ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. അതിന് ഇമ്പാക്റ്റ് എന്താണ്, ഇനിക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് പെർപച്വേറ്റ്സ് ജെൻഡർ ഡിസ്പാരിറ്റീസ് ആൻഡ് റീഇൻഫോഴ്സസ് സ്റ്റീരിയോടൈപ്പ്. അത് വീണ്ടും ആ ഒരു സ്റ്റീരിയോടൈപ്പിനെ സ്ട്രോങ് ആക്കാനാണ് സഹായിക്കുകയുള്ളൂ. പിന്നെ എന്താണ്, നെഗറ്റീവ് ഔട്ട്കംസ് ക്യാൻ ലീഡ് ടു ഇൻക്രീസ്ഡ് മിസ്ബിഹേവിയർ, ഡിക്രീസ് സെൽഫ് എസ്റ്റീം ആൻഡ് പുവർ അക്കാഡമിക് പെർഫോമൻസ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ ആ കുട്ടികളിലുള്ള ചിന്ത വരാം, ഞാനും ആ കുട്ടി അവളും ഒരേപോലെ ചെയ്തിട്ട് എനിക്ക് ശിക്ഷ കൂടുതൽ കിട്ടി. ആ ഒരു ചിന്ത വരുന്ന സമയത്ത് എന്താണ്, നമ്മളോട് തന്നെ ആ ഒരു സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പഠിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. നമ്മുടെ മാനസികമായിട്ട് നമ്മളതിനെ കുട്ടികളെ അത് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും അതേപോലത്തെ ഒരു പെൺകുട്ടി ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കും, പക്ഷേ അത് പെൺകുട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ നീ പെൺകുട്ടിയല്ല, നീ ചെയ്യണ്ട, അത് ആൺകുട്ടികൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ഈ പറയുന്ന പെൺകുട്ടികൾക്ക് തോന്നും, അയ്യോ ഞാനപ്പോൾ മോശക്കാരിയാണോ, എനിക്കതിനുള്ള കഴിവില്ലേ എന്ന ചിന്തകളൊക്കെ വരാനുള്ള സാധ്യതയും നെഗറ്റീവ് ഔട്ട്കംസ് ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇനി ഒരു ഫെയർ ഡിസിപ്ലിൻ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, കൺസിസ്റ്റൻറ്റ് റൂൾസ്. എസ്റ്റാബ്ലിഷ് ക്ലിയർ കൺസിസ്റ്റൻറ്റ് റൂൾസ് ആൻഡ് കോൺസിക്വൻസസ്. കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റൂളുകൾ കൊടുക്കുക. ഒബ്ജക്റ്റീവ് ഡിസിപ്ലിൻ ഫോക്കസസ് ഓൺ ബിഹേവിയർ റാദർ ദാൻ ജെൻഡർ. ഒരു കാര്യം ചെയ്യുമ്പോൾ അതേ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ജെൻഡർ നോക്കരുത്, അവരുടെ ബിഹേവിയർ എന്താണെന്നുള്ളത് മാത്രം നോക്കുക. ട്രെയിനിങ് ഫോർ എഡ്യൂക്കേറ്റേഴ്സ് പ്രൊവൈഡ് ട്രെയിനിങ് ഓൺ അൺകോൺഷ്യസ് ബയാസ് ആൻഡ് ഫെയർ ഡിസിപ്ലിൻ പ്രാക്ടീസസ്. ഇത്തരത്തിലുള്ള ബയസുകളിലൊന്നും വീണു പോകാതിരിക്കാൻ പാകത്തിനുള്ള ട്രെയിനിങ്ങുകൾ എഡ്യൂക്കേറ്റേഴ്സിന് കൊടുക്കുക. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് അനാലിസിസ് ഓഫ് സെക്സ് റോൾ സ്റ്റീരിയോടൈപ്സ്. സെക്സ് റോൾ സ്റ്റീരിയോടൈപ്പിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യാം. സെക്സ് റോൾ സ്റ്റീരിയോടൈപ്സ് ആർ ഓവർ ജനറലൈസ്ഡ് ബിലീഫ്സ് അബൌട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, റോൾസ് ആൻഡ് ബിഹേവിയേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ബീയിങ് മെയിൽ ഓർ ഫീമെയിൽ. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നത് ബേസ് ചെയ്തുകൊണ്ട് ഓവർ ജനറലൈസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് വിശ്വാസങ്ങളും അതിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ബിലീഫുകളും റോളുകളും ഒക്കെയാണ് ഈ സെക്സ് റോൾ സ്റ്റീരിയോടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീസ് സ്റ്റീരിയോടൈപ്സ് ക്യാൻ ലിമിറ്റ് ഇൻഡിവിജ്വൽസ് പൊട്ടൻഷ്യൽ, റീഇൻഫോഴ്സ് ഇനീക്വാളിറ്റി ആൻഡ് ഇൻഫ്ലുവൻസ് സോഷ്യൽ ഇൻട്രാക്ഷൻ. എന്തൊക്കെ അതിന് റിസൾട്ടായിട്ട് വരാം, ഇൻഡിവിജ്വലിൻ്റെ കഴിവുകളെ ലിമിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഇനീക്വാളിറ്റി ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനും അതേപോലെ തന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻസിനെയൊക്കെ ലിമിറ്റ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യും, ഈ ഒരു സെക്സ് റോൾ സ്റ്റീരിയോടൈപ്പുകൾ കൊണ്ട് കാരണമായേക്കാം. വിമൻ ആർ ഓഫൺ എക്സ്പെക്റ്റഡ് ടു ബി നർച്ചറിങ്, ഇമോഷണൽ ആൻഡ് ഡൊമസ്റ്റിക്. പെൺകുട്ടികൾ എന്ന് പറയുന്നത് കൂടുതൽ കെയർ ചെയ്യാനും അതേപോലെ ഇമോഷണൽ ആയിട്ടുള്ള ആളുകളാണ്. അത്തരത്തിലുള്ള ഒരു ചിന്ത നമുക്കുണ്ട്. അതേപോലെ മെൻ ആർ ഓഫൺ എക്സ്പെക്റ്റഡ് ടു ബി സ്ട്രോങ്, അസേർട്ടീവ് ആൻഡ് ഡോമിനൻ്റ്. അതേസമയം ആൺകുട്ടികളെന്ന് പറയുമ്പോൾ അവർ കുറച്ചും കൂടെ സ്ട്രോങ് ആണ് പെൺകുട്ടിയേക്കാളും കൂടുതൽ, അവരൊന്നും കൂടെ അസേർട്ടീവാണ്, കുറച്ചും കൂടെ ഒന്ന് മേധാവിത്വം കാണിക്കേണ്ടവരാണ് എന്നൊക്കെയുള്ള ചിന്താഗതികളാണ് ഈ ഒരു സെക്സ് റോൾ സ്റ്റീരിയോടൈപ്പിൽ വരുന്നത്. സെക്സ് റോൾ സ്റ്റീരിയോടൈപ്സ് ക്യാൻ ലീഡ് ടു റെസ്ട്രിക്റ്റീവ് റോൾസ്, ബയാസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, ഡിസ്ക്രിമിനേഷൻ സംഭവിക്കുകയാണ്. ചാലഞ്ചിങ് സ്റ്റീരിയോടൈപ്സ് റിക്വയർസ് എഡ്യൂക്കേഷൻ, ഡൈവേഴ്സ് മീഡിയ റെപ്രസെൻറ്റേഷൻ ആൻഡ് ഇൻക്ലൂസീവ് സോഷ്യൽ ഇൻട്രാക്ഷൻ. ഇത്തരത്തിലുള്ള സ്റ്റീരിയോടൈപ്പുകളെ നമ്മൾ ചാലഞ്ച് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ടുള്ള നമുക്ക് ആ ഒരു ഇൻക്ലൂസീവായിട്ടുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. റെക്കഗ്നൈസിങ് ആൻഡ് അഡ്രസ്സിങ് ദീസ് സ്റ്റീരിയോടൈപ്സ് ക്യാൻ ഹെൽപ്പ് ക്രിയേറ്റ് എ മോർ ഇക്വിറ്റബിൾ സൊസൈറ്റി. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു പ്രശ്നങ്ങളെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നതിൽ കൂടെ മാത്രമേ ആ ഒരു തുല്യതയുള്ള ഒരു സമൂഹം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്.